അപ്പോ സുറിയാനി പിതാക്കന്മാരുടെ മനോഹരമായ വിവരണത്തിലെ വിശുദ്ധിയുടെയും സ്നേഹത്തിന്റെ അടയാളാണ് മുത്ത്. അത് കഴിഞ്ഞാൽ ആരാണ് മുത്ത്? നമ്മുടെ കർത്താവാണ് മുത്ത്, ഈശോ ആണ് മുത്ത്. ആ മുത്ത് നമ്മൾ കണ്ടുപിടിക്കുന്ന നമ്മളാണ് വ്യാപാരി. അപ്പൊ സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ അതിൽ എന്താ ഉള്ളേ? ഞാനും വ്യാപാരിയായ ഞാനും ഞാൻ കരസ്ഥമാക്കുന്ന ഈശോ എന്ന മുത്തും കൂടിച്ചേർന്നാൽ സ്വർഗരാജ്യം. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് സ്വർഗരാജ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. നമ്മുടെ കർത്താവ് നമ്മളോട് കൃത്യമായി പറഞ്ഞു, സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന വ്യാപാരിയോട് സദൃശ്യം. ഉടനെ തന്നെ കർത്താവ് മുത്തിനെ കുറിച്ച് ഒരു കാര്യം കൂടെ പറയും, വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇടുകയും അരുത്, അവ കാൽ കൊണ്ട് അവയെ ചവിട്ടുകയും തിരിഞ്ഞ് നിങ്ങളെ ചീന്തിക്കളയുകയും. ഈ രണ്ട് ഭാഗങ്ങളാ, രണ്ട് വാക്യ മുത്തിനെ കുറിച്ച് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട വിലയേറിയ മുത്ത്. ഈ മുത്തുണ്ടാകുന്നത് എങ്ങനെയാ നിങ്ങൾക്ക് അറിയോ? നിങ്ങൾക്ക് അറിയാൻ തോന്നും അല്ലെ? മുത്തുണ്ടാവുന്നത്, ചിപ്പിയിലുള്ളിൽ മുത്തുണ്ടാവും എങ്ങനെയാന്ന് അറിയോ? അറിയാം. ചിപ്പി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, ചിപ്പി അല്ലെ? ചിപ്പി എന്ന് പറഞ്ഞൊരു കക്ക പോലത്തെ ഒരു സാധനം. ഇതിങ്ങനെ ഒരു 3 കൊല്ലം ചെറിയ ഒരു അവസ്ഥയിൽ നിന്ന് വലുതായി ഒരു 3 കൊല്ലമായി കഴിഞ്ഞാൽ ഒരു പ്രായപൂർത്തിയായി എന്നാണ് പറയാ. ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ എന്തുണ്ടാവും? ഇവരുടെ ശരീരത്തിന് ഒട്ടും യോജിക്കാത്ത, ഇവരുടെ ശരീരത്തിലെ ഒരു തരത്തിലും ബന്ധമില്ലാത്തൊരു ഇറിറ്റന്റ് എന്ന് പറഞ്ഞാൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനം, ചിപ്പിക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനം ഇതിന്റെ ഉള്ളിൽ യാദർച്ഛികമായി വന്നുപെടും. ഇത് വന്നുപെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവും? നമ്മുടെ കണ്ണിൽ കരട് പെട്ട പോലെയാ, ഇറിറ്റന്റ് ആണ്. നമ്മുടെ കണ്ണിൽ കരട് പെട്ടാൽ നമ്മൾ എത്ര സമയം ഈ കരട് വെച്ച് ഇരിക്കും? കുറച്ച് മിനിറ്റുകൾ, ഒരു മണിക്കൂർ, 2 മണിക്കൂർ. ചിപ്പി എന്ന് പറയുന്ന ഈ ചിപ്പിക്കുള്ളിലെ ഇറിറ്റന്റ് എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന കരട് പോലെ വന്ന് പെട്ട് കഴിഞ്ഞാൽ നമ്മൾ കണ്ണിൽ കരട് വന്നാൽ എന്തുണ്ടാവും? നമ്മൾ കരയാൻ തുടങ്ങും അല്ലെ? നമ്മൾ കണ്ണിന് വെള്ളം വരും അല്ലെ? ഇതുപോലെ ചിപ്പി കരയാൻ തുടങ്ങും. ചിപ്പിയുടെ ഉള്ളിൽ ഒരു തരം വെള്ളം ഇങ്ങനെ വരും, അതിങ്ങനെ ഇറിറ്റേഷനായി ഇങ്ങനെ വേദനിച്ചു കൊണ്ടിരിക്കും. 3 കൊല്ലം ഇറിറ്റേഷൻ ആയിട്ട് ചിപ്പി ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ വേദനിച്ചിരിക്കുന്നുണ്ടായിരിക്കും. 3 കൊല്ലം കഴിയുമ്പോ ഇറിറ്റന്റ് എന്ന് പറയുന്ന ഈ കരടിന് ചുറ്റും ഒരു ആവരണം വരും. അത് കഴിഞ്ഞാൽ 4 കൊല്ലം വേറെ. എന്തിനാണെന്നറിയോ? ഈ ഇറിറ്റന്റ് ആയിട്ടുള്ളതിന്റെ മുകളിലുള്ള ഈ ആവരണം ബലം പിടിക്കാൻ. 4 3 7 കൊല്ലം. 7 കൊല്ലം കഴിഞ്ഞാൽ ലോകത്ത് ഡോളർ കണക്കിന് വിലയുള്ള മുത്ത് രൂപപ്പെടുകയായി. വേദനകളുണ്ട് നമുക്കല്ലേ? ഇറിറ്റന്റ് ആണ്. 1 കൊല്ലായി, 2 കൊല്ലായി അച്ഛാ, 3 കൊല്ലായി അച്ഛാ. ഇറിറ്റന്റ്. എന്തിനാണ് ഈ ഇറിറ്റന്റ് വന്നത്? നമ്മുടെ കണ്ണുനീര് കൊണ്ട് നമ്മൾ ഉരുത്തിരിഞ്ഞെടുക്കുന്ന ഓരോന്നും മുത്തുകളായി രൂപാന്തരപ്പെടും. നമ്മൾ മുത്തുകളായി മാറ്റുമെന്നുള്ള വലിയ ആ ഒരു ഫിലോസഫി പിതാക്കന്മാർ കർത്താവിലൂടെ പറഞ്ഞു വെച്ചിരിക്കുക. ഇറിറ്റേഷനാണ് എനിക്ക് എന്ന് തോന്നുമ്പോൾ ഉടനെ മുത്തിനെ ഓർക്കുക. ഏറ്റവും രസകരം എന്താണെന്നറിയോ? ഈ കണ്ണുനീര് എന്ന് പറയുന്ന, മനസ്സിലാക്കാൻ വേണ്ടി പറയാ, കണ്ണുനീര് എന്ന് പറയുന്ന ദ്രാവകം, ചിപ്പിക്കുള്ളിൽ ഒരു പ്രത്യേക ദ്രാവകം ഉണ്ടാകുന്നു. ഇത് 3 കൊല്ലം കൊണ്ടാണ് ഉണ്ടാകുന്നത്. അത് പിന്നെയും 3-4 കൊല്ലം എടുത്തിട്ടാണ് അത് ഫലപ്പെടുക. ഈ സമയത്ത് എന്തുണ്ടാവുന്നറിയോ? 50% ചിപ്പികളും മരിച്ചു പോകാം. നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പലരുടെയും വിശ്വാസം മരിച്ചുപോയി, നശിച്ചുപോയി. അവിടെ ചിപ്പികൾക്കുള്ളിൽ മുത്ത് രൂപപ്പെട്ടില്ല. അവന്റെ വേദന കാരണം, ബാധ്യത കാരണം, വിഷമങ്ങൾ കാരണം, സങ്കടം കാരണം ദൈവം എന്ന ആ വിശ്വാസത്തിൽ നിന്നും അകന്നു പോയിരിക്കുന്നു.